ഹായോ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ട് നോട്ടിഫിക്കേഷന്റെ വിശദ വിവരങ്ങൾ പറയാനാണ്. രണ്ട് നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ തസ്തികയുടെ പേര് ഏറെക്കുറെ സിമിലർ തന്നെയാണ്. നമുക്കറിയാം കേരളത്തിലെ വിവിധ കമ്പനികളിലേക്കും ബോർഡുകളിലേക്കും, അതായത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള വിവിധ കമ്പനികളിലേക്കും ബോർഡുകളിലേക്കുമുള്ള നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ വരുന്നത് പോലെ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. രണ്ട് കാറ്റഗറിയുടെ നമ്പറിലാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നമുക്ക് രണ്ടും വ്യത്യസ്തമായിട്ട് നോക്കാം. ഇവയുടെയൊക്കെ പ്രിലിമിനറി എക്സാമിനേഷൻ സിമിലർ ആയിരിക്കും. എന്നാൽ ആ പ്രിലിമിനറി എക്സാമിനേഷന് കിട്ടുന്ന വ്യത്യസ്ത മാർക്ക്, വ്യത്യസ്ത കട്ട് ഓഫുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് മെയിൻസ് എക്സാമിനേഷൻ ഉണ്ടാവുക. ആ മെയിൻസ് എക്സാമിനേഷന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് നിയമനം ലഭിക്കുക. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമായിട്ട് ജൂനിയർ അസിസ്റ്റന്റ്, കാഷ്യർ, അസിസ്റ്റന്റ് ഗ്രേഡ് 2, ക്ലർക്ക് ഗ്രേഡ് 1, ടൈം കീപ്പർ ഗ്രേഡ് 2, സീനിയർ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ജൂനിയർ ക്ലർക്ക് തുടങ്ങിയ പേരുകളിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ആണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് 382/2025 ആണ്. അതായത് 382/2025 എന്ന നമ്പറിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിലാണ് പ്രധാനപ്പെട്ട കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് അടക്കമുള്ള സ്ഥാപനങ്ങൾ വരുന്നത്. അതായത് KSFE ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഈ ഒരു ലിസ്റ്റിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടവർ ഈ ഒരു കാറ്റഗറി നമ്പർ വഴി അപ്ലൈ ചെയ്യേണ്ടതാണ്. ഈ ഒരു പോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇത് ഓൾ കേരള റിക്രൂട്ട്മെന്റ് ആണ്. മാത്രമല്ല ഇതിന് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറഞ്ഞാൽ ജനറൽ കമ്മ്യൂണിറ്റിക്ക് 36 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ്. എന്നീ പോസ്റ്റുകളിലേക്കാണ് ഈ ഒരു കാറ്റഗറി നമ്പറിൽ നിങ്ങൾക്ക് റിക്രൂട്ട്മെന്റ് ലഭിക്കുന്നത്. ഇതേ പോസ്റ്റുകളിലേക്ക് നേരത്തെ നടന്ന എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് നോക്കാം. അത് നോക്കുമ്പോൾ ഇതിനു മുമ്പ് ഈ ഒരു എക്സാമിനേഷൻ വന്നത് 26/2022 എന്ന കാറ്റഗറി നമ്പറിലായിരുന്നു. അന്ന് ഇതിന്റെ DOE നിലവിൽ വന്നത് 13/3/2024 അതുപ്രകാരം അന്ന് എക്സാമിനേഷന്റെ മെയിൻ എക്സാമിനേഷന്റെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത് 43 മാർക്കാണ്. അതായത് 43.33 മാർക്കാണ്. അതായത് 44 മാർക്കുള്ളവർ വരെ മെയിൻ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് സാരം. ഇനിയും അന്ന് വന്നിരിക്കുന്ന കാൻഡിഡേറ്റ്സിന്റെ മെയിൻ ലിസ്റ്റ് എന്ന് പറയുന്നത് 3763 പേരടങ്ങുന്ന ഒരു മെയിൻ ലിസ്റ്റ് ആണ്. അതിന്റെ ടോട്ടൽ അഡ്വൈസ് അതിൽ നിന്ന് പോയിരിക്കുന്നത് 1621 അഡ്വൈസുകളാണ്. അത്യാവശ്യം അഡ്വൈസുകൾ പോകുന്ന ഒരു പോസ്റ്റ് ആണ് ഇത് നമുക്ക് മനസ്സിലാക്കാം. അടുത്തത് എന്ന് പറയുന്നത് ജൂനിയർ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ഗ്രേഡ് 2, LD ക്ലർക്ക്, ക്ലർക്ക്, ഫീൽഡ് അസിസ്റ്റന്റ്, ഡിപ്പോർട്ട് അസിസ്റ്റന്റ് തുടങ്ങിയ പേരുകൾ വരുന്നതാണ്. ഇതിൽ പ്രധാനമായിട്ട് വരുന്ന കമ്പനികളും സ്ഥാപനങ്ങളും ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ KSRTC, KLDB, SFCK തുടങ്ങിയവയാണ്. ഈ ഒരു പോസ്റ്റിലേക്കുള്ള കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 383/2025 ആണ്. 383/2025 എന്ന നമ്പറിലാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്കും ഈ ഒരു നമ്പർ വഴി ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനിയും ഈ ഒരു എക്സാമിനേഷന്റെ അവസാന ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അന്ന്, അതായത് അവസാനമായിട്ട് ഈ എക്സാമിനേഷൻ നടക്കുമ്പോൾ അന്ന് വന്ന നോട്ടിഫിക്കേഷൻ 653/2021 എന്ന നമ്പറിലായിരുന്നു വന്നത്. അന്ന് ഈ ഒരു പോസ്റ്റിന്റെ DOE നിലവിൽ വന്ന് 29/1/2024 ആയിരുന്നു. അന്ന് ഈ ഒരു എക്സാമിനേഷന്റെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്ന 53.67 മാർക്കായിരുന്നു. അന്ന് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട കാൻഡിഡേറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 1734 പേരാണ്. അതിൽ നിന്ന് 794 പേർക്ക് നിലവിൽ അഡ്വൈസ് പോയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനിയും ഈ രണ്ട് പോസ്റ്റുകൾക്കും, അതായത് രണ്ട് നോട്ടിഫിക്കേഷനിലും രണ്ട് കാറ്റഗറി നമ്പറിലും പ്രായപരിധിയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഒക്കെ സിമിലർ ആണ്. അത് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഇവിടേക്ക് വരുമ്പോൾ മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറഞ്ഞാൽ 18 വയസ്സിനും 36 വയസ്സിനും ഇടയിൽ ബിരുദമുള്ള ഏതൊരാൾക്കും അപേക്ഷിക്കാവുന്നതാണ്. ബിരുദം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ടെക്നിക്കൽ ബിരുദമാണെങ്കിലും ഒപ്പം തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ബിരുദമാണെങ്കിലും അപേക്ഷിക്കാവുന്നതാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറഞ്ഞാൽ 19/11/2025 ആണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് കേരള PSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ വഴി ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ കയറിയാണ് നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടത്. അപ്പൊ എല്ലാവരും, നിർദ്ദിഷ്ട യോഗ്യതയുള്ള എല്ലാവരും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക. നല്ലൊരു തസ്തികയാണ്, നിയമനം കിട്ടാൻ സാധ്യതയുള്ള തസ്തികയാണ്. അപ്പൊ കൃത്യമായി പഠിച്ച് ഈ പരീക്ഷയെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്ത് മുമ്പോട്ട് പോകുക. എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.